നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. എന്റെ കുട്ടിക്കൊന്നും പറ്റിയില്ലല്ലോ അല്ലേ? ചില കാലദോഷങ്ങൾ ചുറ്റി നടക്കുന്നുണ്ട്, അതോടൊപ്പം ചില ശത്രുദോഷങ്ങളും. ദേവൂട്ടി സത്യം തിരിച്ചറിയുമെന്ന് ഒരാൾ ഭയപ്പെടുന്നുണ്ട്. നീ കണ്ടെത്തുന്ന സത്യങ്ങളിലൂടെ അയാൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് കൈമോശം വരുമെന്ന ഭയം. ആ സത്യം നിന്നിലും നിന്നിലൂടെ അവനിലും എത്താതിരിക്കാൻ വേണ്ടി അയാൾ ശത്രുഭാവത്തിൽ നിന്റെ പിന്നാലെയുണ്ട്. അരുതാത്തത് ചെയ്യാനാണ് അയാളുടെ നീക്കം. പക്ഷേ അയാൾക്കതിൽ ജയിക്കാനാവില്ല. ദേവിയുടെ കാവൽ നിനക്ക് വലിയ പടച്ചട്ട പോലെ ഒപ്പമുണ്ട്. തൽക്കാലം അതറിയണ്ട. ഇന്നുണ്ടായതുപോലെ ദുരനുഭവങ്ങൾ ഇനിയും ഉണ്ടാവും. അതിൽ നിന്നൊക്കെ നിനക്ക് ദേവിയുടെ രക്ഷാകവചം ഉണ്ടാവും. ശത്രുക്കൾക്ക് നിന്നെ ഒന്നും ചെയ്യാനാവില്ല. പക്ഷേ ഇതെന്താ കയ്യില്? ഇത് സ്നേഹോപകാരം. ഒരാൾക്ക് ഒരേ സമയം 2 ഉപഹാരോ? ഒരാൾക്കല്ലല്ലോ, 2 ആൾക്ക്. ഇത് പ്രണയോപഹാരം. എന്റെ ജീവന്റെ പകുതിയായി ഇടതുവശം ചേരുന്നവൾക്കുള്ള സമ്മാനം. ഇത് ദേവാർപ്പണമാണ്, അല്ലെങ്കിൽ മാതൃസമർപ്പണമാണ്. ദേവീ സാന്നിധ്യം പോലെ വന്ന് ഉപദേശവും സഹായവും തരുന്ന വിദ്യാമ്മയ്ക്കുള്ളത്. പ്രണയോപഹാരമായാലും ദേവാർപ്പണമായാലും രണ്ടും സ്നേഹോപഹാരമാണ്. ഈ സ്നേഹം സമ്മാനങ്ങളിൽ ഒതുങ്ങില്ല. ദേവൂട്ടിക്ക് കരുതലും കൈത്താങ്ങും ആവശ്യമായി വരുന്ന കാലമാണ്. വളരുന്ന പ്രതിസന്ധികളുടെ കാലം. താങ്ങാൻ മറ്റൊരു കൈ ഉയരാത്ത സാഹചര്യം പോലും വന്നേക്കാം. അന്ന് ഒപ്പം കാണണം. 101 വട്ടം ഒപ്പം തന്നെ ഉണ്ടാവും. ഏത് പ്രതിസന്ധിയിലും കൈ ചേർത്ത് കൂടെ നിൽക്കും. ദേവിയുടെ ചൈതന്യവും സന്ദീപിന്റെ സാന്നിധ്യവും നിന്നെ വലയം ചെയ്യാവുന്ന അനിശ്ചിതത്വങ്ങൾക്കുള്ള ഉത്തരം ഇതാണ്.